നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിക്കും. പല പ്രധാന വിഷയം പറയാനുണ്ട്. അതിൻ്റെ ആമുഖമായിട്ട് ഒന്നിട്ട് കാര്യം പറയട്ടെ. ഈ ഏർവാടി എന്ന സ്ഥലം തമിഴ്നാട്ടിൽ 5000-6000 ഏക്കറായിട്ട് അന്ന് രാജാവ് കൊടുത്താണ്. അത് കുറച്ചൊക്കെ കയ്യേറി ഇല്ലേ വൈപ്പിലെ മുൻപത്തെ പറഞ്ഞ പോലെ കയ്യേറി പോയിട്ടുണ്ട്. എങ്കിലും നടക്കണം. അവിടെ പ്രധാന വ്യക്തി മരിച്ചെടുക്കുന്ന ആ ഖബറിടം ചെയ്യുന്ന റൂം ചെറിയൊരു സ്ഥലമാണ്. ഞാൻ പോയിട്ടുണ്ട്. അവിടെ AC കൂടിയാണ്. ഒരു സൈസ് ഈ സുഗന്ധദ്രവ്യങ്ങൾ കത്തിക്കും. ആ വായുവും എല്ലാം കൂടി ചെറിയ ജെല്ലൊന്നുമില്ല. AC ജെല്ലൊക്കെ അടിച്ചല്ലേ മുർഗന്ധം എന്ന് വെച്ചാൽ വലിയൊരു അസ്വസ്ഥ ഉണ്ടാകുന്നതാണ്. അതേ സ്ഥാനത്ത് ആറ്റിങ്കര പള്ളി എന്ന സ്ഥലമുണ്ട്. ഈ ട്രിവാൻഡ്രത്തിന് അപ്പുറത്ത് തമിഴ്നാട് ചേർന്ന് അവിടെ ഒരു മഹാൻ മരിച്ചെടുപ്പുണ്ട്. അവിടെ ഇതുപോലെ ഒരു റൂമുണ്ട്. പക്ഷെ ആ റൂമിൻ്റെ പ്രത്യേകത അതിന് ടോപ്പില്ല. ടോപ്പ് പക്ക ഓപ്പണാണ്. തമിഴ്നാട്ടിൽ കേരളത്തെ പോലെ മഴയില്ലാത്തതുകൊണ്ടാണ് എന്നറിയില്ല. പക്ക ഓപ്പൺ. അതുകൊണ്ട് പറ്റി വായു ഇത്രയും മലിനമാകുന്നില്ല. ശ്വാസം മുട്ടനുപ്പെടുന്നില്ല. എന്താത്ത രോഗം ഉണ്ടാക്കും അത്. അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആരും നടത്തോ അതൊക്കെ നിങ്ങൾ ഞാനിത് അനുകൂലിച്ചതും പറയില്ല. നിങ്ങൾ വരുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ വരുന്ന ആ പങ്കെടുക്കുന്ന അവിടുത്തെ ആ വിശ്വാസികൾക്ക് ജീവിത സൗകര്യം അല്ലെങ്കിൽ ആരോഗ്യത്തെ സൗകര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഒരു നിർദ്ദേശം, കഴിയുമെങ്കിൽ ഏർവാടി പള്ളിയിലെ പ്രധാന റൂമിൻ്റെ ടോപ്പ് അങ്ങോട്ട് പൊളിച്ചിട്ട് ഓപ്പണാക്കി ഇടും. ഇത് ഇടുങ്ങിയ മുറിയാണ്. ഭയങ്കര ശ്വാസം മുട്ടലാണ്. ആയിരങ്ങൾ ഒന്ന് കയറാണ്. 5 രൂപ വാങ്ങിക്കുന്നുണ്ട്. ഇപ്പം 10 രൂപ ആക്കിയതാണ്. അതാണ് നാളെ ആലപ്പുഴക്കാർ മുസ്ലിയാർ പറഞ്ഞ് അങ്ങനെ വാങ്ങിച്ച് തെറ്റാണ്. അത് കുഴപ്പമില്ല. ഒരാൾ വരുമ്പോഴേ ഒരു 10 രൂപ വാങ്ങിച്ച് തെറ്റൊന്നുമില്ല. അതൊന്നും അങ്ങനെ പറയേണ്ട മുസ്ലിയാർ. കാരണം വരുമാനം വേണ്ടേ. അല്ല ഇട്ടോട് ഇട്ട വാങ്ങിച്ച് ശരിയില്ല. അവിടെ വരുന്ന മാത്രമല്ല, വാങ്ങി സ്ഥലത്ത് പൈസ ഇല്ലെന്നല്ലേ അറിയൂ. ആ റൂമിൽ അത് മാത്രം ഒരു 10 രൂപ കൊടുക്കുക, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് ചെയ്യണമെന്ന് വിനീതം അഭ്യർത്ഥിക്കുക. മറ്റൊന്ന്, തേവക്കൽ നിങ്ങൾ കങ്ങരപ്പടി ഏതാനും വർഷം മുൻപ് ഇതുപോലെ കഴുത്ത് മുട്ടായിരുന്നു. തിങ്ങി ഞെരുങ്ങി അതങ്ങോട്ട്. അതിനേക്കാൾ മോശമാണ് ഇന്നിപ്പോൾ തേവര ജംഗ്ഷൻ, തേവക്കൽ ജംഗ്ഷൻ. മരങ്ങൾ നിറച്ച് മരങ്ങളും ഇടുങ്ങിയ വഴിയുമൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ അക്കടേറ്റ് മുകളിൽ കൂടി പോകുന്നുണ്ട്. അപ്പോൾ അത് ബന്ധപ്പെട്ട അധികാരികൾ ആ ഏരിയ തേവക്കൽ ജംഗ്ഷൻ കൂടി ഒന്ന് വികസിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. തൽക്കാലം ആ സൈഡിലുള്ള ആവശ്യമുള്ള മരങ്ങൾ വെട്ടിമാറ്റി അതിൽ കടക്കാരൊക്കെ കയ്യേറിയിട്ട് അവരെയൊക്കെ മാറ്റി ഒന്ന് റോഡ് അങ്ങോട്ട് വീതി വിട്ടാൽ ഉള്ള സ്ഥലം മുഴുവൻ റോഡാക്കി എടുക്കുക. അതല്ലെങ്കിൽ കങ്ങരപ്പടി പോലെ കുറച്ചുകൂടി വിശാലമായിട്ട് ആ തേവക്കൽ ജംഗ്ഷൻ വികസിപ്പിക്കുക എന്നൊരു അഭിപ്രായമുണ്ട്. മറ്റൊന്ന്, കേരള രാഷ്ട്രീയത്തിൽ കിടന്നാൽ ഇപ്പോൾ നിൽക്കുന്നത് ശബരിമല ഉണ്ണി പോറ്റിയെ അറസ്റ്റ് ചെയ്തിട്ടല്ലോ. മറ്റൊന്ന് തലയിൽ തട്ടൻ. എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ, കേരള എഡ്യൂക്കേഷൻ റൂൾ KER എന്നൊരു നിയമാവലിയുണ്ട് കേരളത്തിൽ. അതാണ് സ്കൂളിന് ബാധകം. അല്ല ഏതെങ്കിലും PTA കമ്മിറ്റിയോ ഏതെങ്കിലും സ്കൂൾ കമ്മിറ്റിയോ ഉണ്ടാക്കുന്ന ഫയലും അല്ല സർക്കാർ അംഗീകരിക്കേണ്ടതും അംഗീകരിക്കുന്നതും. അത് വച്ച് കേരള എഡ്യൂക്കേഷൻ റൂൾ അനുസരിച്ച് തട്ടമിട്ട് മുസ്ലിം പെൺകുട്ടികൾക്ക് സ്കൂളിൽ വരാൻ പാടില്ല എന്നില്ല. ആ നിയമം ഫോളോ ചെയ്താണ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ, ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ റീത്ത സ്കൂളിന് ഒരു കടലാസ് കൊടുത്തു. അതിന് ആ ഓർഡർ നിർത്താൻ വേണ്ടി, റദ്ദ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് സ്കൂളുകാർ ഹൈക്കോടതി പോയി. പണം കൊണ്ട് വക്കീലോട്ട് ഇപ്പോൾ എവിടെയും പോകാമല്ലോ ഹൈക്കോടതിയിലേക്ക്. ഇപ്പോൾ പണമൊക്കെ സഭയ്ക്കൊക്കെ പണം എത്ര കോടി കണക്കിൽ, അവർക്ക് അതിൽ എത്ര ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിലെ സഭയുടെ കയ്യിൽ നിന്നും എത്ര ആയിരം ലക്ഷം കോടി രൂപ വരുമാനമൊന്നും അവർക്കറിയാം. അവർക്കും അറിയില്ല. അത്ര കണ്ട് വരുമാനം വന്നുകൊണ്ടിരിക്കുന്നത്, അത്ര കണ്ട് കോടികളിലല്ലേ. വെറുതെ പണം വന്ന വീഴാണ് ഓരോ പള്ളികളിലേക്കും. എന്നാൽ ആ സമുദായത്തിലെ പാവപ്പെട്ട സ്ത്രീകളൊക്കെ 30-40 വയസ്സായിട്ട് കല്യാണം കഴിക്കുക, സ്ത്രീധനം ഇല്ലാത്ത പേരിൽ കഴിക്കാതെ വീട്ടിലേക്കാണ്. ഇതൊന്നും ഇവർക്ക് കാണാൻ പറ്റില്ല, അവർ കാണുകയില്ല. പോട്ടെ, ആ വിഷയം വിട്ടാണ്, ഒരു സമുദായത്തെ കാര്യമാണ്. പക്ഷെ അപ്പോൾ കോടതി പറഞ്ഞ അത് പറ്റൂല.
പറ്റിൽ മാത്രമല്ല അവർക്ക് വേണ്ടി ബാധിച്ച വക്കീലുണ്ട് കോടതി ഇരുത്തിയടിച്ച്. അവർക്കത് പ്രത്യേക നിയമമുണ്ട്. മതേതരത്വം നിലനിൽക്കണം, ഇവിടെ മതേതരത്വം നിലനിൽക്കണം, എല്ലാ വിഭാഗം ജനങ്ങൾക്ക് തുല്യ അവകാശം വേണം എന്തൊക്കെയാണ് അവിടുത്തെ പ്രിൻസിപ്പാൾ ഒരു തട്ടമിട്ട ഒരു കന്യാസ്ത്രീ പറയുന്നത്. അവർ ഇംഗ്ലീഷ് ഭാഷ കണ്ടില്ല എന്തോ പറഞ്ഞ് എഴുതി തയ്യാറാക്കി. ഇത്ര ഭാഷ വ്യത്യാസത്തിനാ ഇതൊരു പിടിച്ചു ബന്ധു വലുപ്പം. ഞാനത് ഒരാളുമില്ലല്ലോ, വലിയ ആളൊന്നുമില്ല. നിങ്ങൾ വെറുതെ അഭ്യാസം കാണിച്ചാൽ ഹൈക്കോടതി മാത്രമല്ല ഭരണകൂടവും സ്കൂളും ലൈസൻസും ഒക്കെ പോകേണ്ടി വരും. മര്യാദക്ക് നിൽക്കുക ഏറ്റവും നല്ലത്. മനസ്സിലാക്കണം. ഇപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ IBയുടെ NMI ഉണ്ടല്ലോ, എനിക്ക് വളരെ വേണ്ടപ്പെട്ട പയ്യനാണ്. പിന്നെ ഷിഹാസ്, ഈ ഷിഹാസ് IBയുടെ വാലായിട്ട്, സതീഷിൻ്റെ വാലായിട്ട് നിൽക്കുന്ന ഒരു പാവം മുസ്ലിം യുവാവാണ്. അല്ല, സ്വന്തമായിട്ട് നിൽക്കാൻ കഴിവില്ല. ചക്രം സ്വന്തം നിൽക്കാൻ പറ്റില്ലല്ലോ. അരിവാൾ സ്വന്തമായിട്ട് നിൽക്കില്ല, കൈപ്പത്തി നിൽക്കില്ല. സ്വന്തമായിട്ട് നിൽക്കുന്ന ഒരു ചിഹ്നം ഉണ്ടെങ്കിൽ അത് ആനയാണ്. ബാക്കി ഒരു ചിഹ്നം സ്വന്തമായിട്ട് നിൽക്കുന്നില്ല. അതുപോലെ സ്വന്തമായിട്ട് നിൽക്കാൻ, എർത്തായിട്ട് നിൽക്കാനേ ഉള്ളൂ. സതീഷിൻ്റെയും IB ഉണ്ടെങ്കിൽ എർത്തായിട്ട് നിൽക്കാൻ മാത്രമാണ് ഈ ഷിഹാസിനെ പോലുള്ള വിഡ്ഢികൾക്കുള്ളൂ. ആ 2 ബുദ്ധിരാക്ഷസന്മാർ ചേട്ട് എന്ത് ചെയ്യുന്നറിയോ? എത്ര ഭംഗിയായിട്ടാണ് LDF ഗവൺമെൻറ്, LDF സർക്കാർ, പിന്നെ മന്ത്രിയും CPM ആ വിഷയം അവർക്ക് അനുകൂലമാക്കിയെടുത്തത്. എത്ര എളുപ്പത്തിൽ, എത്ര ഈസി ആയിട്ട്. എടോ IB ഈടാ, എടോ ഷിഹാസെ, എടോ കോൺഗ്രസ് നേതാക്കളെ, എടോ UDF നേതാക്കളെ, എന്തുകൊണ്ടാണോ കഴിഞ്ഞ 2 പ്രാവശ്യം അസംബ്ലിയിൽ നിങ്ങൾ തോറ്റുപോയത്? എന്തുകൊണ്ടാണ് 2 പഞ്ചായത്ത് ഇലക്ഷൻ നിങ്ങൾ കാര്യമായിട്ട് സീറ്റ് കിട്ടായിരുന്നത്? വല്ലതും മനസ്സിലാക്കിയോ? അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു അത് ശബരിമലയുടെ കഴിവുകൊണ്ടാണ് 20 സീറ്റിലെ 19 സീറ്റ് ജയിച്ചു. അന്ന് KPCC പ്രസിഡന്റ് ഞാനായിരുന്നാണ്. സമ്മതിച്ചു, അദ്ദേഹം മാന്യനാണ്, വലിയ കുഴപ്പമില്ല, ശബരിമല അനുകൂലവും കിട്ടി. 100% എഗ്രീഡ്, 100%. പക്ഷെ അതിനുശേഷം 2 ഇലക്ഷൻ നടന്നല്ലോ, അസംബ്ലിയിലേക്കും പഞ്ചായത്തിലേക്കും. ഈ 2 ഇലക്ഷനിലും അന്ന് ശബരിമല ഉണ്ടായില്ലേ, KPCC പ്രസിഡന്റ് ഉണ്ടായില്ലേ? എന്തിനാണ് പോയത്? അവിടെ നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് കഴിഞ്ഞ 2 അസംബ്ലി ഇലക്ഷനിലും പഞ്ചായത്ത് ഇലക്ഷനിലും LDFന് കൂടുതൽ സീറ്റ് കിട്ടാനും കോൺഗ്രസിൽ UDF സീറ്റ് കുറയാനും കാരണം വെച്ചാൽ വളരെ സിമ്പിളാണ്. ഈ UDFിലെ മണ്ടന്മാർക്ക് വിഡ്ഢികൾക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ IBയുടെ പറഞ്ഞു കാണുന്നുണ്ട്. IBയുടെ പറഞ്ഞറിയോ? അങ്ങനെ മുനമ്പം വഖഫ് ബില്ലിൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ അതിനുവേണ്ടി ഞാൻ അനുകൂലിച്ചില്ല, അതുകൊണ്ട് ക്രിസ്ത്യൻ സമുദായം എനിക്കെതിരായി, അത് ആകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ. എടോ, നിയമം നാം നോക്കാണ്ട്. ക്രിസ്ത്യൻ സമുദായത്തോ മുസ്ലിം സമുദായത്തോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ടേ, നിങ്ങൾ സഹായിക്കാൻ വേണ്ട. അവിടെ ഒരു എഴുതപ്പെട്ട നിയമമുണ്ട്. ആ നിയമം നോക്കിയാൽ മതി. MP അല്ലെങ്കിൽ MLA ആണെങ്കിലും അല്ലെങ്കിൽ DCC പ്രസിഡന്റ് ആയാലും. നിങ്ങൾ അവിടെ ഇത് കാണിച്ചെന്നറിയോ? നിങ്ങൾ തന്ത്രപൂർവ്വം ആ കുട്ടിയുടെ വാപ്പാനെ പിതാവിനെ സ്വാധീനിച്ച് അവരുടെ ഭീഷണിപ്പെടുത്തി അവിടുന്ന് രാജിക്കത്ത് പോലെ. അത് തോൽവിക്കുന്നില്ലാടോ. അപ്പോൾ എന്താ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ എന്നാണ്? കുട്ടിയുടെ മൗലികമായ അവകാശം പറഞ്ഞല്ല, ആ തലയിൽ തട്ടുമിട്ട് വന്ന് പഠിക്കാൻ അവകാശം നിങ്ങൾ നിരോധിച്ചു, എതിർത്തു. അത് രാജ്യദ്രോഹ കുറ്റം തന്നെയാണ്, അല്ലെങ്കിൽ കോടതി ലക്ഷ്യമാണെന്ന് പറഞ്ഞത്. അപ്പോൾ എത്ര ഈസി ആയിട്ട്. കാരണം മുസ്ലിം സമുദായം മറ്റേ സംഘപരിവാരമായിട്ട് CPM അടക്കുന്നു, അത് സത്യമാണ്. അടക്കുന്ന പേരിൽ മുസ്ലിം സമുദായം അകന്നത് നിൽക്കരുത്. ആ മുസ്ലിം സമുദായത്തെ ഈസി ആയിട്ട് ഇപ്പം അടുത്തു. നിങ്ങൾ കാണുന്ന ഒരു എറണാകുളം മണ്ഡലം കൊച്ചി മണ്ഡലമാണ്. കേരളം മൊത്തം നോക്കണം. കേരളം മൊത്തത്തിൽ ആ പുറത്തു പോയി ആ സമുദായക്കാർ ഇപ്പോഴത്തെ നിഷ്പക്ഷപതികൾ വീണ്ടും LDFിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് IBയുടെ മനസ്സിലായില്ല, ഈ ഷിഹാസിനും മനസ്സിലായില്ല. ഷിഹാസ് കളമശ്ശേരി മത്സരിക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ കൊച്ചിയിൽ മത്സരിക്കുകയാണെങ്കിൽ അവിടെ കുറച്ച് സംഘികളിലല്ല, കുറച്ച് ക്രിസ്ത്യൻ സമുദായത്തെ ഒപ്പോണ്ട് വേണമെന്നാകാണ് ജയിക്കാൻ ആവശ്യമാണ്. അതിനൊരു തന്ത്രം ഉപയോഗിച്ചറിയോ? അവിടെ ചെന്ന് പള്ളിക്കാരെ അങ്ങോട്ട് സോപ്പിട്ട്, കാക്കാനെ സോപ്പിട്ട് അങ്ങോട്ട് മാറ്റി. ഇപ്പം എന്തു പറ്റി? കേരളം മൊത്തം നിങ്ങൾക്കെതിരായില്ലേ? ഷിഹാസെ മോനെ നിങ്ങൾക്കെതിരായി. ഏത് മുസ്ലിം സമുദായത്തിൽ? കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ തോൽക്കാനുള്ള കാരണങ്ങൾ ഒരു പ്രധാന കാരണം അറബിക് സർവകലാശാല. എന്തുകൊണ്ട് അറബിക് സർവകലാശാലയ്ക്ക് നിങ്ങൾ മുസ്ലിം ലീഗുകാർ കാലുവാരി, കോൺഗ്രസ്സുകാർ കാലുവാരി, പിന്നെ കോൺഗ്രസ്സുകാരും ലീഗുമാണല്ലോ, അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലം അവരുടെ ഭരണം അല്ലായിരുന്നല്ലോ.
അത് സർവകലാശാല വേണമെന്ന് പറഞ്ഞ് നിയമം ഉണ്ടാക്കിയപ്പോഴേക്കും അഭിപ്രായം വെച്ചപ്പോൾ ആ മന്ത്രിസഭ പോയി ഉമ്മൻചാണ്ടി മന്ത്രിസഭ വന്നു. അന്ന് മൻമോഹൻ സിംഗ് ഭരിക്കുകയാണ്, 2 ടൈം ഭരിച്ചു. അന്ന് ഈസിയായിട്ട് നടക്കുന്നത്. എടോ സ്പോക്കൺ ഇംഗ്ലീഷ് ബഷീറെ, നിങ്ങൾ 10,000 പേര് പോലും സംസാരിക്കാത്തൊരു ഭാഷയാണ് കേരളത്തിലെ സംസ്കൃതം. ആ സംസ്കൃതത്തിൽ നിങ്ങൾ വളരെ മുൻകൈ എടുത്ത് ഒരു സംസ്കൃത സർവകലാശാല ഒരു തെറ്റുമില്ല. ഞങ്ങൾ അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു, ഏത് ഭാഷ ആര് പഠിക്കും നല്ലതാണ്. സംസ്കൃതമോ അറബിയോ ഒന്നും ഒരു പ്രത്യേക ജാതിയുടെ ഭാഷയല്ല, അത് ലോക ഭാഷയാണ്, ഒരു തെറ്റുമില്ല. പക്ഷെ 10,000 പേരുകൾ സംസാരിക്കാത്ത ഭാഷ തുടങ്ങണം. അതേ സ്ഥാനത്ത് 200 കോടി ജനങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷയാണ് അറബി. മൊത്തത്തിൽ കേരളത്തിൽ ലക്ഷങ്ങൾ അത് ഉപയോഗിക്കുന്നുണ്ട്, കോടികൾ ഉപയോഗിക്കുന്നുണ്ട്. ആ ഭാഷയ്ക്ക് ഒരു സർവകലാശാല തുടങ്ങാൻ തീരുമാനിച്ച് ഓർഡറിട്ടപ്പോൾ എന്തുകൊണ്ട് മുസ്ലിം ലീഗ് സമ്മതിച്ചില്ല? പ്രധാനമായിട്ടും മുസ്ലിം ലീഗ് കാലുവായി ചതിച്ചു, കോൺഗ്രസും കാലുവാരി. 10,000 മുസ്ലിങ്ങൾ വടക്ക് കേരളത്തിൽ നിന്ന് ഉത്തര കേരളത്തിൽ നിന്ന് സെക്രട്ടേറിയറ്റിൽ വന്ന് 4 പ്രാവശ്യം സമയം നടത്തിയില്ലടോ. പിന്നെ എന്താണ് ചെന്നിത്തലേ, നിങ്ങൾ ആഭ്യന്തരമന്ത്രി ആയിരുന്നല്ലോ. അത്രയും കാക്കാമാർ വന്ന് അത്രയും വന്നിട്ട് നിങ്ങൾ എന്തിനാടോ കാക്കാമാർ നിങ്ങൾ വന്നതെന്ന് ഒരു വാക്ക് ചോദിച്ചോ? സതീശല്ല അത് രമേഷ് കീ പോയിന്റ് കിട്ടി, ആഭ്യന്തരമന്ത്രി കിട്ടി. നിങ്ങൾ മുഖ്യമന്ത്രി നടക്കാണ്. 40% വരുന്ന കേരളത്തിലെ മുസ്ലിങ്ങൾ കൂടി സപ്പോർട്ടില്ലാതെ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയാകാൻ പറ്റുമോ? 10% ക്രിസ്ത്യൻ സമുദായത്തിൽ നിങ്ങൾ മുഖ്യമന്ത്രിയാകാൻ പറ്റുമോ? അല്ലെങ്കിൽ 1% ക്രിസ്ത്യക്ക് കൊണ്ടോ അല്ലെങ്കിൽ 1% ഇല്ലാത്ത കാസ്റ്റ് കൊണ്ട് നിങ്ങൾക്ക് പറ്റുമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കേട്ടില്ലല്ലോ. രമേശ്, നിങ്ങൾക്ക് മുഖ്യമന്ത്രി ആകണമെങ്കിൽ ഈ 40% മുസ്ലിങ്ങൾ കഴിയണം. അതിന് മുസ്ലിം ലീഗ് കഴിഞ്ഞാൽ പോരാ. ഇപ്പോഴും നിങ്ങളുടെ ധാരണ കുഞ്ഞാക്കായും തങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാം വായുന്ന. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ, UDF ഇപ്പോൾ കുഞ്ഞാക്കായും തങ്ങളും നിങ്ങൾക്ക് അനുകൂലമാണല്ലോ. അപ്പോൾ അടുത്ത ഇലക്ഷനിൽ ഈസിയായിട്ട് ജയിക്കുമല്ലോ നിങ്ങൾ, ഒരു സംശയമില്ലല്ലോ. പക്ഷെ അങ്ങനെയല്ല. ആകെയുള്ള മുസ്ലിങ്ങളിൽ 5-1 മാത്രമാണ് ലീഗിന് ഭാവിയുള്ളത്. അത് വെറുതെ പറയുന്നല്ല, കാര്യകാരണ സഹിതം പറയാം. 1, പാലക്കാട് മുതൽ കാസർഗോഡ് വരെ 65ഓളം സീറ്റ് ഉണ്ടല്ലോ കോൺഗ്രസ്. അവിടെ എല്ലാം 50% മുസ്ലിങ്ങളുമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് കോൺഗ്രസ് മാത്രം 60 സീറ്റ് മത്സരിച്ച് 5-6 സീറ്റ് ജയിച്ച് ബാക്കി 60 സീറ്റുകൾ പോയതാ? 10% സീറ്റുകൾ കിട്ടിയില്ല. ബാക്കി 90% സീറ്റ് പോയി. LDF ജയിച്ചത്, BJP ഒന്നും ജയിച്ചില്ലല്ലോ. എന്താ കാരണം? അവിടെ മുസ്ലിം ഇല്ലാത്തതുകൊണ്ടാണ്. മുസ്ലിങ്ങളുണ്ട്, പക്ഷെ ലീഗുകാരുണ്ടായില്ല. ലീഗുകാരുടെ തീർച്ചയായിട്ടും വോട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ലീഗ് ഉണ്ടായിട്ട് മാത്രം നിങ്ങൾക്ക് ഭരിക്കാൻ കിട്ടൂല എന്ന് ഇനിയെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ സ്ഥാനമാനങ്ങൾ പങ്കിട്ടില്ല. രമേശ് പറഞ്ഞു അബി വർക്കിക്ക് സ്ഥാനം കിട്ടാത്തതിൽ സങ്കടം വന്നു. അവസാനം അബി വർക്കിയെ രാജ്യസഭയിൽ വിടാമെന്ന് ഇപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞു. നിങ്ങൾ ഇതൊക്കെ പറഞ്ഞു, പക്ഷെ 10% വോട്ട് കേരളത്തിൽ ഈ നിങ്ങൾ പറഞ്ഞ സമുദായത്തിന്. 15 ഉണ്ട്, 5% കൺവെർട്ട് ക്രിസ്ത്യൻ, അവർക്ക് പ്രത്യേക രാഷ്ട്രീയമൊന്നുമില്ല. ഈ 10% വോട്ടിൽ 2% കോൺഗ്രസ് പോയി, അല്ല BJPക്ക് പോവും. ബാക്കി 3% കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോവും. അതാണല്ലോ മറ്റേ സഭാ സെക്രട്ടറിയുടെ ഭാര്യയൊക്കെ മന്ത്രിയൊക്കെ ആക്കിയത്. ബാക്കി 5% എന്ന് വെച്ചാൽ 100 പേര് വോട്ട് ചെയ്യുമ്പോൾ 5 വോട്ടാണ് കോൺഗ്രസ് കിട്ടുന്നത് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന്. 3 കമ്മ്യൂണിസ്റ്റും 2 BJPയും പോവും. എന്നിട്ട് ആ 5 വോട്ടോട് നിങ്ങൾ ഭരണം പിടിക്കാന്ന് വിചാരിക്കുമോ കേരളത്തിൽ UDF? പിന്നെ ഞാൻ പറഞ്ഞില്ല, നായർ വോട്ട് 9% ആകുള്ളൂ. അതിൽ 50-70% വോട്ട് ഇത്തവണ BJPക്ക് പോകുന്നത്. അപ്പോൾ 100 വോട്ട് ചെയ്താൽ 1 വോട്ടാണ് നായർ കോൺഗ്രസ് കിട്ടുന്നത്, അല്ലെങ്കിൽ UDF കിട്ടുന്നത്. അത് തന്നെ ദളിതിൻ്റെയും ഈഴവന് ഒട്ടുമില്ല. കാരണം 23% ഈഴവരിൽ 90% വോട്ട് ഇത്തവണ LDF വോട്ട് ചെയ്യും. സംശയമില്ലല്ലോ. 80% വരെ കഴിഞ്ഞ ഇലക്ഷൻ കൊടുത്ത് ഇത്തവണ 90% ആവും. പിന്നെ എവിടെ നിന്നാണോ നിങ്ങൾക്ക് വോട്ട് കിട്ടുക UDFന്? നിങ്ങൾ 110 സീറ്റ് സ്വപ്നം കാണുന്നുണ്ടല്ലോ, എവിടെ നിന്ന് കിട്ടുക? ഈ 1,40,00,000 ഉള്ള മുസ്ലിങ്ങളിൽ 25 ലക്ഷം മുസ്ലിങ്ങൾ UDFന് വേണ്ടി അല്ലെങ്കിൽ ലീഗ് ഉണ്ടെന്ന് വെച്ചോ. ബാക്കി 1,15,00,000 വോട്ടർമാർ. അതിൽ ഇത്തവണ ഒരു 5-6 ലക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോവുള്ളൂ. ഇത്രയും നാൾ വരും. പക്ഷെ അത് മാറി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ള 1,10,00,000 വോട്ട് പുറത്തു കിടക്കാണ് മുസ്ലിങ്ങളിലെ. അവർ വോട്ട് ചെയ്താൽ മാത്രമേ UDF ജയിക്കുള്ളൂ. അവർ വോട്ട് ചെയ്ത് UDF ജയിക്കുകയും ചെയ്യും. ഇടതുപക്ഷം BJP എത്ര തലകുത്തി പറഞ്ഞാലും ഇവർ വോട്ട് ചെയ്താൽ നിങ്ങൾ ജയിപ്പിക്കും UDFനെ. പക്ഷെ നിങ്ങൾ നെറിവില്ലായ്മ കാണിക്കുന്നു.
ഇപ്പൊ സ്ഥാനങ്ങൾ വാങ്ങിയിട്ട് എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ടോ? 3 സ്ഥാനം ഉണ്ടായില്ലേ? യൂത്ത് കോൺഗ്രസ് ഉണ്ടായി, KSU ഉണ്ടായി, മുതിർന്ന കോൺഗ്രസ് ഉണ്ടായി. എത്ര പേർക്ക് കൊടുത്തു മുസ്ലിങ്ങളിൽ നിന്ന്? ഇപ്പൊ 2 സ്ഥാനമുള്ളു, KPC പ്രസിഡന്റ്, ട്രഷറർ. ബാക്കിയെല്ലാം അപ്രസക്തമാണ്. ആ ട്രഷറർ പോസ്റ്റിങ്ങിലത്തെ ഒരു കാക്കാക്ക് കൊടുക്കാവുന്നില്ല. നിങ്ങൾക്ക് 40% ഇടും. അത് കൊടുത്ത് നിങ്ങൾക്ക് ആർക്ക് കൊടുത്തേ? കീ പോയിന്റിൽ ഏതെങ്കിലും സ്ഥാനത്ത് മുസ്ലിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഞങ്ങളിപ്പോൾ വോയിസ് ഓഫ് ജസ്റ്റിസ് ഇന്നത്തെ യോഗം കഴിഞ്ഞ് 2 വർഷത്തേക്കുള്ള സ്ഥാനമാനങ്ങളിൽ ഭാരവാഹികൾ തീരുമാനിച്ചു പോകുന്നത്. അതിൻ്റെ ന്യൂസ് ഇപ്പോൾ നാളെ വരും. നീതിയുടെ ശബ്ദമാണ്. മുസ്ലിങ്ങളെ വേണ്ടി വായിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ അവിടെ മുസ്ലിങ്ങൾക്ക് വായിക്കുന്നവരല്ല, ഹിന്ദുക്കളുടെ വേണ്ടി വായിക്കല്ല, ക്രിസ്ത്യാനിക്ക് വേണ്ടി വായിക്കല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയും ഞങ്ങൾ മുസ്ലിം രക്തമല്ല, ഹിന്ദു രക്തമല്ല, ക്രിസ്ത്യൻ രക്തമല്ല. കോൺഗ്രസ് എന്നൊരു മഹാൻ പറയട്ടെ ഞങ്ങൾ എങ്ങനെയാണെന്ന്. അഭിവർക്കിയാ പറഞ്ഞത്, പക്ഷെ പ്രവൃത്തി വശമല്ലോ. ഞങ്ങളത് പറയാൻ അനുഭവത്തിൽ അതാണ്. ഞങ്ങൾക്ക് ഒരു താല്പര്യം പ്രത്യേകിച്ച് ആരോടുമില്ല, നീതി മാത്രം. നീതി വരുമ്പോൾ ഇവർക്ക് കൊടുക്കുന്നുണ്ടോ? ഈ KC വേണുപോലും മറ്റൊരു മറിച്ചോ വെക്കണ്ടല്ലോ, കൊടുക്കണ്ട. എന്തെങ്കിലും പറഞ്ഞല്ലോ ബീഹാറിലെ കുറിച്ച് ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞ UDF നിലനിൽക്കുമെന്ന് ഞങ്ങൾക്ക് സത്യത്തിൽ ആഗ്രഹമുണ്ട്. എങ്കിലേ LDF നിലനിൽക്കുള്ളൂ. UDF ഇത്തവണ ജയിച്ചാൽ മാത്രമേ LDF നിൽക്കൂ, അല്ലെങ്കിൽ LDF ഇതാകും. പക്ഷെ അതിന് LDFിൻ്റെ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഏതാണ്ട് ആ പുറത്തേക്ക് പോയ മുസ്ലിങ്ങളിൽ ഇപ്പോൾ വീണ്ടും അവർക്ക് അനുകൂലമായിട്ട് കാറ്റ് വീശിയിരിക്കുക. അതിന് നമ്മൾ ശിവൻകുട്ടി മന്ത്രിയും ഡെപ്യൂട്ടി ഡയറക്ടർ കൊടുത്ത റിപ്പോർട്ടൊക്കെ പുറത്ത് നിൽക്കുന്ന മുസ്ലിങ്ങൾക്ക് താല്പര്യമുള്ള കേസാണ് വന്നത്. എന്ത് ന്യായമായിടോ? വല്ല IB-യുടെനും പിന്നെ ഷിഹാസെ ആ തലമറിച്ച് പോകാമെന്ന് ഇവിടെ നിയമമുണ്ട്. അടുത്ത കാലത്ത് ബോംബെ ഹൈക്കോടതിക്കെതിരെ ഒരു നിയമം വന്ന് തന്നെ സുപ്രീം കോടതി പാസ്സായിട്ടുണ്ട് ഇടാന്ന്. എന്നിട്ട് ഒരു മഹാൻ പറഞ്ഞ സുപ്രീം കോടതി പറഞ്ഞു 5 കാര്യത്തിൽ തലയിടുന്നത് അത് പെടുന്നില്ല, അതുകൊണ്ട് അത് വേണ്ട എന്ന് നിയമം ഉണ്ടാക്കിയെന്ന് ഒരു സംഘി വലത് നിരീക്ഷകൻ എന്ന് പറയും, വലതുപക്ഷ നിരീക്ഷകൻ. പക്ഷെ സംഘി അത് പറഞ്ഞു. എന്നിട്ട് എന്താണത്? തലമറക്കാൻ പാടില്ല എന്നുള്ള തലമറക്കാൻ പാടില്ല എന്ന് എവിടെയാണ് നിയമമുള്ളത്? ഏത് കേരള എഡ്യൂക്കേഷൻ റൂളാണ് സ്കൂളിൽ നോക്കുന്നത്? കേരളത്തിൽ സ്കൂളിലെ നിയമം വഴിയുള്ള കേരള എഡ്യൂക്കേഷൻ റൂളാണ്. അത് എഴുതപ്പെട്ട ഒരു ബുക്കാണ്. അതിൽ എവിടെ ബാധിക്കുന്നത്? അല്ല, നിങ്ങൾ ഏതെങ്കിലും PTA സ്കൂളിൽ PTA നിയമം ഉണ്ടാക്കി അത് നിയമമാവില്ല, നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ ഏതെങ്കിലും ഒരു സഭ നടത്ത സ്കൂളിൽ നിയമം ഉണ്ടാക്കി അത് നിയമമില്ല. നിങ്ങൾ ഒരു കാര്യം പറഞ്ഞില്ലേ, എല്ലാവരും തുല്യരാണ്. അവിടെ തലയിട്ട് മാത്രം കുട്ടി കണ്ട ഭയപ്പെടുന്നു. ഒരു വോട്ടെടുപ്പെടുത്ത് എല്ലാ വിദ്യാർത്ഥിയും വിളിച്ചിട്ട് ഒരു ഹാളിലിരുത്ത്, എന്നിട്ട് തലയിട്ട് മറക്കുന്നതാണ്. നിങ്ങൾ ഭയം ഉണ്ടോ ഇല്ലെന്ന് കൈ വെക്കാൻ പറഞ്ഞു. ഒരു കുഞ്ഞ് കൈ വെക്കണോ? ഒരു കുഞ്ഞാക്കണം. 1500 വിദ്യാർത്ഥികൾ, ഒരു കുട്ടി പോലും എനിക്ക് ഭയം കൈ വെക്കൂല. ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ, അതിന് ആവശ്യമില്ല. ഇവിടെ നിയമം അനുസരിച്ച് അത് ആ പരീക്ഷ നടത്താൻ ആവശ്യമില്ല. എങ്കിൽ ഞങ്ങൾ പറയാണ് ഇല്ല. എന്നിട്ട് ആ കന്യാസ്ത്രീ എത്ര ഇതപ്പെട്ട പറഞ്ഞത് ഞങ്ങളുടെ കുട്ടികൾക്ക് ഭയമാകുന്നു, എനിക്കും ഭയമാകുന്നതൊക്കെ. അപ്പം കാസയുടെ ഒരാളാണ് PTA പ്രസിഡന്റ് ഇവിടെ. അപ്പോൾ കാസ് ഇങ്ങനെ ചെയ്തതിന് ഉദ്ദേശം മനസ്സിലായി. അതവിടെ കോൺഗ്രസ് മനസ്സിലാക്കാത്തത്. അവിടെയാണ് ഞങ്ങളുടെ പോയിന്റ് പറയുന്നത്. കാസ് അതിൽ ഇടപെട്ടത് കളി വെച്ചാൽ മുസ്ലിങ്ങൾ പൊതുവെ LDFിനോട് അല്പം അകന്ന് നിൽക്കുകയാണ്. പക്ഷേ LDF അധികാരത്തിൽ വേണമെന്ന് കാസയുടെ നിർമ്മാതാവ് അല്ലെങ്കിൽ സംവിധായകർ സംഘ് പിരിവാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ LDFിന് അനുകൂലം നിൽക്കാൻ വേണ്ടിയാണ് ആ കളി കളിച്ചത്. അത് LDF വിജയിക്കുകയും ചെയ്തു. മനസ്സിലായ മോനെ പിന്നെ IB മനസ്സിലായോ? ഷിഹാസെ വോട്ടിൻ്റെ രീതി ഇപ്പോൾ എവിടെ പോയി? മാൻഡേറ്റ് എവിടെ കിടക്കുന്നപ്പോൾ? നിങ്ങൾ വെറുത്തുകൊണ്ട് LDFിന് സപ്പോർട്ടായി മുസ്ലിങ്ങൾ വിഭാഗം, പാർട്ടിയില്ലാത്ത മുസ്ലിങ്ങൾ. പാർട്ടികൾ മുസ്ലിങ്ങൾ പോകില്ല, അത് കള്ളന്മാരാണ്. ആ പാർട്ടി തന്നെ നിൽക്കുള്ളൂ, അങ്ങനെയൊന്നും പോകില്ല ഏത് ജാതിയാണെങ്കിലും. മനസ്സിലായോ? അതാണ് നിങ്ങൾ പക്വതയില്ലാത്ത UDF കോൺഗ്രസ് നേതാക്കൾ, പാകതയില്ലാത്ത UDF കോൺഗ്രസ് നേതാക്കൾ, മണ്ടന്മാരെ UDF കോൺഗ്രസ് നേതാക്കൾ. നിങ്ങൾ എങ്ങനെയോ ജനിച്ചു വന്ന് പിന്നെ ജയിച്ച് അങ്ങോട്ട് പോണ്, ജീവിതത്തിൽ യാതൊരു അല്ലലും ഇട്ടത്. ഇന്നൊരു മഹാൻ പറയാണ്, ഉമ്മൻചാണ്ടിയുടെ മകൻ, ഞാൻ KPCയുടെ വൈസ് പ്രസിഡന്റോ അല്ലെങ്കിൽ ദേശീയ സെക്രട്ടറി ജനറലോ ആവും എന്നൊക്കെ വിചാരിച്ചതും. എടോ ചാണ്ടി ഉമ്മൻ, നിങ്ങൾ ആരാണ് കേരള രാഷ്ട്രീയത്തിൽ? കേരളത്തിലെ കോൺഗ്രസ് നിങ്ങൾ ആരാണ്?
നിങ്ങൾ ആകെയുള്ള യോഗ്യത അപ്പം മരടിക്കാൻ കിടന്നിട്ടും അപ്പം നിർബന്ധിച്ച് രാഹുൽ ഗാന്ധിയുടെ കൂടെ ആ പദയാത്ര നടത്തി പോയിട്ടുണ്ട്. അതല്ലാതെ എന്ത് യോഗ്യത നിങ്ങൾക്കുള്ളൂ? ഈ രണ്ടാമത് യോഗ്യകൾ ഉമ്മൻചാണ്ടിൻ്റെ മകനും. നിങ്ങൾക്ക് ഈ KPC വൈസ് പ്രസിഡന്റ് നിസ്സാര പോസ്റ്റല്ല, KPC ജനറൽ സെക്രട്ടറി നിസ്സാര പോസ്റ്റല്ല. അത് തന്നെയല്ല, ഇന്നലെ വന്ന സംഘ് പരിവാറിൻ്റെ വേണ്ടി മരിച്ചു വാദിച്ച സന്ദീപ് വാര്യർക്ക് ഏറ്റവും വലിയ സ്ഥാനമാണ് KPCയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം. അവിടെ BJPയിൽ സംസ്ഥാന ലെവലിൽ സ്ഥാനം പോലുള്ള അല്ല ഈ ഇതിന്. എന്നിട്ട് കൊടുത്തെന്നറിയോ? ഏറ്റവും അത് 50-60 വർഷം പാർട്ടിക്ക് വേണ്ടി കോയിലോതി നടന്നവർക്ക് ഒരു സെക്രട്ടറി സ്ഥാനം പോലും കിട്ടിയിട്ടില്ല. അങ്ങനെ സന്ദീപ് വാർഡ് വന്നെങ്കിൽ വരട്ടെ, നല്ല കാര്യം. ഒരു സംസ്ഥാന സെക്രട്ടറി കൊടുക്കാം, അല്ലെങ്കിൽ ഇത് ഒരു ജില്ല. ഇത് നിങ്ങൾ കോൺഗ്രസ്സുകാർ നിങ്ങൾക്ക് പറ്റി അവിടെ നിങ്ങളെ ആ ഗുജറാത്തിൽ സംഘ് പരിവാർ ഒരാൾ വന്നില്ലേ കോൺഗ്രസ്സിൽ, ആ കോൺഗ്രസ്സിലേക്ക് ആ ആൾക്ക് ആ ഗുജറാത്ത് സംസ്ഥാനത്തിൻ്റെ പ്രസിഡന്റാക്കി. ഇവിടെ മരമണ്ടന്മാരെ കോൺഗ്രസ്സുകാരെ നിങ്ങൾ ചിന്തിക്കുക. ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്ന് ഒരു മറ്റു പാർട്ടിയിലേക്ക് ചാടി വന്നാൽ ഏറ്റവും ടോപ്പ് സ്ഥാനം കൊടുക്കുന്നാൽ കൊടുത്തവനല്ല കുറ്റം, അത് സ്വീകരിച്ചവരല്ല കുറ്റം, കൊടുത്തവനാണുണ്ടോ. മഴക്കാലത്ത് കൊട ചോദിച്ചാൽ കൊടുക്കുന്നതാണ് കുറ്റവാളി, വാങ്ങുന്നതല്ല എന്ന് പറയും പോലെ അയാൾ ആക്കിയില്ലേ. പക്ക RSകാരുടെ BJPയിൽ കുറച്ചാൾ അവിടുന്ന് വന്ന് കോൺഗ്രസ് തകർക്കാനുള്ള ഏക ആശ്രിതം അതായത്. എന്നിട്ട് അയാളെന്നറിയോ, മറ്റുള്ളവർ ബോംബ് വെച്ച് കഴിക്കാൻ വേണ്ടി ഒരു തൊപ്പി വെച്ച കാക്കാരെ കൂടെ നടത്തും. ആ APC ഗുജറാത്ത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്ന ആള് രാജ്യം കംപ്ലീറ്റ് കോൺഗ്രസ് പോയില്ലേ. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തിക്കുന്ന മുഴുവൻ BJPയുടെ പണം വാങ്ങിയിട്ട് BJPക്ക് അനുകൂലമായി നിൽക്കുകയാണ് അവിടുത്തെ കോൺഗ്രസ്സുകാരെല്ലാം ഗുജറാത്തിലെ. ഇതന്നെ കേരളത്തിലെ സ്ഥിതി. കാരണം BJP സംബന്ധിച്ച് വിലക്കെട്ട് രണ്ട് രീതിയാണ്. ഒന്ന് പ്രലോഭനം അല്ലെങ്കിൽ പ്രകോപനം. രണ്ടിൽ ഏത് ചെയ്യാനും അവരതിൽ കണ്ട് പണത്തിന് പണമുണ്ട്, കൂട്ടായ്മയുണ്ട്. മര്യാദ കേട്ടില്ലെങ്കിൽ ഇല്ലേ ഇപ്പോൾ ആരെയായാലും അവരൊതുക്കും, എല്ലാത്തിലൊക്കെ വിളിച്ചിട്ടാണ് അവസാനമില്ലേ. സങ്കടം കൊണ്ട് പറയാണ്, കോൺഗ്രസും UDF ഇങ്ങനെ മണ്ടത്ത് ചാടിക്കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ, എന്താണ് രീതി? അവിടെ പറഞ്ഞ കാര്യം വീണ്ടും പറയേണ്ടി വരുന്നുണ്ട്. എങ്കിൽ എത്ര പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാകുന്നില്ലെന്നുള്ളതാണ്. ദയവ് ചെയ്ത് എനിക്ക് ആളാകാൻ വേണ്ടിയൊന്നും ഞാൻ പ്രസംഗിക്കത്തില്ല. അവർ നിങ്ങളുടെ ഇത് സ്പോൺസർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നതെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് പേര് ഒന്ന് മാറി നിൽക്കുന്നുണ്ട്. കളി കാണാൻ പുറത്തുനിന്ന് അത് വേണ്ട, അകത്തുനിന്ന് കളി കാണുന്ന ഒപ്പം തന്നെ അതുകൊണ്ട് അറിയിക്കുക, ജനങ്ങളിലേക്ക് എത്തിട്ടത് ഈ കാര്യം. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിൽക്കൂരായി നന്ദി ചെയ്യുന്നു.